ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹേശ്വരനെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ട് അവിടെ നിന്ന് ബാലാജി അങ്ങ് പോയി. ഇത് കഴിഞ്ഞ് നന്ദയും അതുപോലെ ഗാഥയും കൂടി നിന്ന് ഫോണിൽ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു. ആഹാ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ടാ വരുന്നത്. അപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുക. അല്ല, കുറെ നേരമായി കാണാതായപ്പോൾ നിങ്ങൾ രണ്ടാളും കൂടി പുറത്തേക്ക് എവിടേക്കെങ്കിലും പോയി കാണുമെന്ന് കരുതിയെന്ന് പറഞ്ഞു നമ്മുടെ ലക്ഷ്മി. അമ്മയോട് പറയാതെ ഞങ്ങൾ പുറത്തേക്ക് പോകുവോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞു നന്ദ. എന്താ മോളെന്താ ഇവിടെ? അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടി എന്തെടുക്കാരെന്ന് ചോദിച്ചു. അത് പിന്നെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയായിരുന്നു ആന്റി എന്ന് പറഞ്ഞു കഥ. പഠിച്ച പുസ്തകം എന്താ താഴേക്ക് എറിഞ്ഞ് കളിക്കുകയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ നോക്കുമ്പോൾ അതാണ്ട് അച്ഛനും മോളും കൂടി ഇരിക്കുന്ന ഫോട്ടോ സഹിതം ബുക്ക് നിലത്ത് കിടക്കുന്നു. വേഗം തന്നെ നമ്മുടെ നന്ദ ചാടി ആ ബുക്ക് അങ്ങ് എടുത്തു. ലക്ഷ്മി ബുക്ക് എടുക്കാനായിട്ട് വന്നപ്പോഴേക്കും പെട്ടെന്ന് ലക്ഷ്മിക്ക് എന്തൊക്കെയോ ഒരു ഇതുപോലെ ലക്ഷ്മി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ഇവരുടെ വെപ്രാളം കാട്ടായൊക്കെ കണ്ടിട്ട് എന്നിട്ട് ഒരു ചിരിയൊക്കെ ചിരിച്ച് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ ലക്ഷ്മിക്ക് എന്തോ ഒരു സംശയം പോലെ. നന്ദയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനുമായി. നന്ദ എന്നിട്ട് ഈ പുസ്തകത്തിലേക്ക് നോക്കും, ലക്ഷ്മിയെ നോക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോക്കുന്നു. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാം. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും കാതൊക്കെ ടെൻഷനായി. കുറെ നേരം പഠിച്ച് ബുദ്ധിമുട്ടിയതായിരിക്കും അല്ലേ, അടുക്കളയിലേക്ക് വരാൻ പറഞ്ഞ് ലക്ഷ്മി വിളിച്ചു. അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചപ്പം അതൊക്കെ പറയാം, അവിടെ സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലക്ഷ്മി പറയാം. എന്നിട്ട് അതും പറഞ്ഞ ലക്ഷ്മി അങ്ങ് പോയി വേഗം വരാൻ പറഞ്ഞു. അപ്പോൾ അതും പറഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ മുഖത്തിൽ കാണുന്ന സന്തോഷം മായാതിരിക്കാൻ ഇനി എത്ര കാലം ഈ സത്യം ഒളിപ്പിച്ച് വെക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദ മനസ്സുകൊണ്ട് ചിന്തിക്കാം. പിന്നെ ആ ഒരു ഇതൊക്കെ എവിടെ വെച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മഹേശ്വരനും അതുപോലെ ബാലാജിയും കൂടെ സംസാരിക്കുന്നു. ബാലാജി വന്ന് മഹേശ്വരനോട് ചോദിക്കുകയാണ്, എന്തായി ഈ കാര്യങ്ങളെന്നൊക്കെയെന്ന്. അപ്പോൾ എൻ്റെ പ്രാണൻ ചോദിച്ചാലും ഞാൻ നിനക്ക് തരാം. പക്ഷെ നീ ഇപ്പൊ ചോദിക്കുന്നത് എൻ്റെ പൊന്നും, എന്താണ് മഹേശ്വരൻ സാറേ പറയാനുള്ളത്? നമ്മളിതെല്ലാം പറഞ്ഞു കഴിഞ്ഞതല്ലേ, ഇനിയും അതൊക്കെ ആവർത്തിച്ച് വെറുതെ സമയം കളയണോ എന്ന് ബാലാജി ചോദിക്കുന്നു. അതൊക്കെ കേട്ട് ആകെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുവാണ് നമ്മുടെ മഹേശ്വരൻ. അപ്പൊ സാറിന് അവളെ വിട്ടുതരാൻ പറ്റത്തില്ലല്ലേ? ഓക്കെ, വേണ്ട, സാറിന്റെ കഥ മുഴുവൻ ഞാൻ ഇന്ദീവരം തറവാട്ടിൽ പറഞ്ഞോളാം. എന്തായാലും ഈ വിവരങ്ങൾ അറിഞ്ഞാൽ ആദ്യം തന്നെ ചങ്കുപൊട്ടി നിങ്ങളുടെ ഭാര്യ തന്നെ നിങ്ങളെ ചന്നം പിന്നം വെട്ടി ഇതൊക്കെ ശരിയാകും. അപ്പോഴേ സാറിന് സമാധാനം ആവുള്ളൂ. അയ്യോ, ഇതിപ്പോ എന്താ ചെയ്യേണ്ടത്? സാറിന് ആരായിരിക്കും കൊല്ലുന്നത്? ആദ്യം മകനായിരിക്കോ ഭാര്യ ആയിരിക്കോ? മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ. ഒരു കാര്യം നമുക്ക് ടോസ് ചെയ്ത് നോക്കാന്നൊക്കെ പറഞ്ഞോണ്ട് ഇവൻ ഇങ്ങനെയായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കാം. എന്തായാലും ഞാൻ സാറിന്റെ മോള് പറഞ്ഞതനുസരിച്ച് ജയിലിൽ പോകണം. ഒപ്പം സാറിന്റെ വീട്ടിലുള്ളവരും കിടക്കട്ടെ എന്നേ. ഒരു കാര്യം ഞാൻ എന്തായാലും സാറിന് ഉറപ്പ് തരാം, ഗാഥ സുരക്ഷിതയായിരിക്കും. ജോലിയും മാന്യമായ ശമ്പളവും ഉണ്ടാകും അങ്ങ് ദുബായില്. അതാ എനിക്ക് പറയാനുള്ളൂ. സാറിന്റെ മകളുടെ മുറച്ചെറുക്കനെ കണ്ടില്ലല്ലോ, ഹേമന്ത്. എടാ ഹേമന്ത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹേമന്തിനെ വിളിക്കുന്നു. ഹേമന്ത് വരുന്നു. ഇവനെ കണ്ടപ്പോഴത്തേക്കും ഞെട്ടി നിൽക്കുക മഹേശ്വരൻ. പുതിയ പുതിയ അവതാരങ്ങൾ പുറവി എടുക്കുന്നല്ലോ. അങ്ങനെ ഹേമന്ത് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോ, കണ്ടോ ഹേമന്തിനെ കണ്ടോ, ഇവൻ യോഗ്യനല്ലേ എന്ന് ചോദിച്ചു. മകൾക്ക് ചേരുന്ന ഒരു പയ്യനും അല്ലേ, ഇവന്റെ കൂടെ പറഞ്ഞു വിടണം. പറഞ്ഞത് മനസ്സിലായല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇയാള് മഹേശ്വരനെ പേടിപ്പിക്കുന്ന ഹേമന്താണ്. ഭയങ്കര ചിരി. പറയൂ സാർ, നിങ്ങൾക്ക് സമ്മതമല്ലേ കാര്യങ്ങള്? മഹേശ്വരൻ ആകെപ്പെട്ടു. ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. പറയൂ സാറേ, നിങ്ങൾക്ക് സമ്മതമല്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. സാറ് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സാറിന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ബാലാജി വരില്ല, ശല്യപ്പെടുത്തില്ല, അല്ലെങ്കിൽ സാറിന്റെ ജീവിതം ഞാൻ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ സാർ ഈ ഒരു സാധനം കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. വേറെ ഒന്നുമല്ല, ഒരു കുപ്പിയിൽ വിഷം, അതും കൊണ്ട് അങ്ങ് ജീവൻ ഒടുക്കിക്കോളാൻ പറഞ്ഞു. വാക്ക് തെറ്റിച്ചാലേ മരണമാണ് നിനക്ക് ബെറ്റർ ഓപ്ഷൻ എന്നും പറഞ്ഞ് പേടിപ്പിക്കുക വീണ്ടും. അങ്ങനെ അച്ഛനെ പെടുത്തി കളഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു വിടുന്നു. അങ്ങനെ നമ്മുടെ മഹേശ്വരൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ബാലാജി ഭയങ്കര സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുക. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് പിങ്കിയും മോഹിനിയും അവിടെ കളി കളിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ വീട് മൊത്തത്തിൽ എരിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അതൊരു തീ എവിടെ നിന്നാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും തമ്മിൽ അങ്ങ് ഇണങ്ങുന്നില്ല എന്നൊക്കെ മോഹിനി അന്നേരം പറയാം. നമ്മൾ കാണുന്നതൊന്നും അല്ല സത്യം. ഇതിന്റെയൊക്കെ പിന്നിൽ ഈ തറവാടിനെ തന്നെ ബാധിക്കുന്ന എന്തോ ഒരു വലിയ രഹസ്യമുണ്ട്. അത് 100% ഉറപ്പാണെന്ന് പറയുന്നു. അപ്പൊ എന്താകും അത്? നമ്മൾക്ക് വല്ല സൂചനയും കിട്ടിയോ എന്ന് ചോദിച്ചപ്പോ, ഇല്ല, എന്റെ തോന്നൽ എന്തായാലും സത്യമാണ്, പക്ഷെ എനിക്ക് ഒന്നും അങ്ങോട്ട് വ്യക്തമാകുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ 3 പേരുമാണ് ഈ കഥ അറിയാതെ ആട്ടം കാണുന്നത്. ഏട്ടത്തി അവളുടെ സൈഡ് അല്ലേന്ന് ചോദിച്ചപ്പം,
കണ്ടിടത്തോളം ലക്ഷ്മിയമ്മായിക്ക് ഈ കള്ളത്തരം ഒന്നും അറിയില്ല, എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് എന്തൊക്കെയോ ഇവിടെ നടക്കണതെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞു മോഹിനി ഇങ്ങനെ നിൽക്കുന്നു. ആ സമയം ശരിയാണെന്ന് പിങ്കി. അപ്പൊ ഇതിന് പരിഹാരം കാണണമെന്ന് പറഞ്ഞപ്പോൾ കാര്യം അറിയാതെ നമ്മൾ എങ്ങനെയാണ് പരിഹാരം കാണുക എന്ന് മോഹിനി പിങ്കിയോട് ചോദിക്കുന്നു. പിങ്കി നേരത്തേക്കും ആലോചിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു പവിത്ര ഓടി ഇങ്ങ് വന്നിട്ട് ഉമ്മറത്ത് ദേ ഒരാൾ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അതെന്താ അവർ ഉമ്മറത്ത് തന്നെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവര് വെല്ലിച്ചനെ കാത്തു നിൽക്കാന്നാ പറഞ്ഞത്, വല്ലാണ്ട് പേടിച്ച മട്ട എന്നൊക്കെ പറഞ്ഞപ്പോ ദത്തുപുത്രിയെ കിട്ടിയ സന്തോഷത്തില് തയ്യാറാക്കിയ സദ്യ ഇതുവരെ ആരും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അവര് വല്ലിച്ച വന്നിട്ടേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞെന്നൊക്കെ പവിത്ര വന്ന് പറഞ്ഞപ്പം അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. ആ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാം. നന്ദയും ഗാഥയും തമ്മിൽ എന്താ ബന്ധത്തിന്റെ സത്യം? നിങ്ങൾ രണ്ടുപേരും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പിങ്കി ചോദിച്ചു. എന്താ, ലോകത്തിലെ സകല കുഴപ്പങ്ങളും ഏണി വെച്ച് ഏറ്റെടുക്കുന്ന സ്വഭാവമാണല്ലോ ഈ പെങ്കൊച്ചിന്റെ കാര്യവും അതൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഓർക്കാപ്പുറത്ത് ചെമ്പമ്മേട്ടിൽ വെച്ച് കണ്ടുമുട്ടിയ പെൺകുട്ടി, അവളും നന്ദയും തമ്മിൽ ഇപ്പൊ എങ്ങനെയാ? അപ്പൊ സയാമീസ് ഇരട്ടകളെ പോലെയാണെന്ന് പവിത്ര പറഞ്ഞു. അതെ, സയാമീസ് ഇരട്ട. ഒരു പാവപ്പെട്ട പെൺകുട്ടിയോട് തോന്നുന്ന ഒരു സഹതാപം, അതിൽ കൂടുതലായിട്ട് നന്ദയ്ക്കും അവൾക്കും എന്താ എന്നൊക്കെ പിങ്കി ചോദിച്ചു. അപ്പൊ എന്താണെന്ന് ഇവരും നമ്മൾ ആരും അറിയാത്ത എന്തോ ഒരു ബന്ധം അവർക്കിടയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ശരി, അത്ര അടുപ്പമുണ്ട് അവര് തമ്മിൽ നിന്ന് പവിത്രയും പറഞ്ഞു. അപ്പൊ സദാസമയം ഒരു ശ്രദ്ധ വേണമെന്നൊക്കെ ഇവര് പ്ലാൻ ചെയ്യുന്നു. എന്തായാലും അവിടെ ഇന്നത്തെ ദിവസം ഒരു സീൻ ഉണ്ടാകും, ഉറപ്പാ. എന്തായാലും അവർ തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് വലിയൊരു തീപ്പൊരി നമുക്ക് വീണ് കിട്ടും. ആ തീപ്പൊരിയിൽ പിടിച്ച് നമുക്ക് കയറാമെന്ന് പറഞ്ഞു. എന്തായാലും അത്രയ്ക്കടുത്ത് നമ്മൾ പോയി നിൽക്കണം. അവർ തമ്മിൽ എന്ത് സംസാരിച്ചും അത് കേൾക്കാൻ പാകത്തിനായിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിങ്കി പ്ലാൻ ചെയ്യുക. അങ്ങനെ പിങ്കി പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇവരെ അതിനുള്ള ഒരു ടൂളുകളാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. മഹേശ്വരൻ ഈ സമയത്ത് വീട്ടിൽ വന്നു, ആകെ തകർന്നു നിൽക്കുന്നു. ആ സമയത്ത് അച്ഛൻ്റെ കയ്യിൽ വിഷവും ഉണ്ട്. മഹേശ്വരൻ അങ്ങനെ വിഷവും കൈപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നന്ദ ഓടി വന്നു. അച്ഛാ എന്തായി അച്ഛൻ എങ്ങോട്ടാ പോയെന്നൊക്കെ നന്ദ ചോദിക്കുന്നുണ്ട്. ആരാച്ഛനെ വിളിച്ചത്? ബാലാജി ആണെന്നൊക്കെ ഗാഥയും. അയാളെ കാണാനാണ് അച്ഛൻ പോയത് എന്നൊക്കെ ഇങ്ങനെ ഗാഥ ചോദിച്ചപ്പം നമ്മുടെ മഹേശ്വരൻ ഒന്നും മിണ്ടാതെ നിൽക്കുക. അപ്പൊ ഗാഥയ്ക്ക് രാജേന്ദ്രൻ എന്നൊരു അച്ഛനുണ്ടെങ്കിൽ ഹേമന്ത് എന്നൊരു മുറച്ചിറക്കൻ ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹം പറയുക. ഇത് കേട്ട് നന്ദൻ ഞെട്ടി. ഹേമന്ത് വരണം, ഗാഥയെ കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ മഹേശ്വരൻ പറയുന്നു. വേറൊരു കോംപ്രമൈസിനും അവൻ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം. നമുക്ക് ഈ കെണിയിൽ നിന്നും രക്ഷപ്പെടാനാകണം. എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം വെച്ചാൽ അവര് ഗാഥയെ കൊണ്ടുപോകാനുള്ള അവസാന പിടിവള്ളിയാണ് ഈ ഒരു രഹസ്യം. അയാളിൽ നിന്ന് ഇതിൽ നിന്ന് ഒരു അടി പോലും പിന്നാലെ പോകില്ല. അയാൾക്ക് കേസ് ജയിച്ചേ പറ്റൂ എന്നുള്ള കാര്യങ്ങൾ അന്നേരം പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യും? ഇവൾ നമ്മുടെ കുട്ടിയാണ്, ഇവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പം പിന്നെ എന്ത് ചെയ്യാനാണ് എന്ന് നന്ദ അച്ഛനോട് ചോദിക്കാം. ഇതൊക്കെ കേട്ട് ആകെ ടെൻഷൻ ആവുകയാണ്. മൊഴി മാറ്റി പറയണം, അതേ ഒരു വഴിയുള്ളൂ. എന്താ, പറ്റുമോ? അതിന് പറ്റുമോ മോൾക്ക്? അതിന് മോൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവനോട് സംസാരിക്കാം, പക്ഷേ അത് വാക്കാരിക്കണം. പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഇല്ല, കൊന്നു കളയൂന്ന് പറഞ്ഞാലും കോടതിയിൽ ഞാൻ സത്യം മാത്രമേ പറയൂ എന്ന് ഗാഥ. പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, നമുക്ക് നടന്ന കാര്യങ്ങൾ ഗൗതം സാറിനോട് തുറന്നു പറയണം. ഏയ് വേണ്ട, അതൊന്നും വേണ്ട, അത് പറയാൻ പറ്റില്ല എന്ന് മഹേശ്വരൻ. അങ്ങനെ ഇവർ ആ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. പിന്നെ അവൻ കൊടുത്തുവിട്ട വിഷക്കുപ്പിയും ഇവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ സംസാരിച്ചിട്ട് ഇവരകത്തേക്ക് കയറുമ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു. രാവിലെ മുതൽ ഈ പാടൊക്കെ പെട്ടിട്ട് പറഞ്ഞ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്ന് അറിയുമെന്ന് ലക്ഷ്മി വന്നിട്ട് ചോദിക്കുക കേട്ടോ. ഈ പിള്ളേരെയും എന്നെയും പട്ടിണിക്കിട്ട് മഹേശ്വരൻ ഇത് എവിടെയായിരുന്നു എന്നൊക്കെ നമ്മുടെ ലക്ഷ്മി ചോദിക്കുക. അപ്പോഴേക്കും അവിടെ ന്യൂസ് പിടിക്കാനുള്ളവർ വന്നു. മഹേശ്വരൻ സത്യമൊന്നും പറയില്ലെന്ന് എനിക്കറിയാം. പിന്നെ വീണടം വിഷ്ണുലോകം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മഹേശ്വരന്റെ കാര്യം. മഹേശ്വരന് ഞങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും അറിയില്ല, ഒന്ന് വിളിച്ചു പറയാനുള്ള മര്യാദയെങ്കിലും കാണിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ ലക്ഷ്മി, നീ ഒന്ന് അടങ്ങ്, ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഉല്ലസിക്കാനൊന്നും പോയതല്ല, പിന്നെ എവിടെ പോയതാണെന്ന് ചോദിച്ചു. അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പറയാനുള്ള മറുപടി ഒന്നും കിട്ടുന്നില്ല. ആകെ ടെൻഷനായി ഇവർക്ക്. അപ്പോഴേക്കും അമ്മ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ പോയതാണെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ അല്പം വൈകിപ്പോയി, ഒന്ന് ക്ഷമിക്കേണ്ട ലക്ഷ്മി എന്നും പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ. അപ്പോഴേക്കും നന്ദയും ഗാഥയും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക കേട്ടോ. അത് പിന്നെ ഈ ഗാഥയുടെ കാര്യത്തിനൊന്ന് സംസാരിക്കാൻ വേണ്ടി പോയതാ. എന്ത് കാര്യമാണെന്ന് ചോദിച്ചു. അപ്പോൾ കല്യാണക്കാര്യമാണെന്ന് പറഞ്ഞു. കല്യാണക്കാര്യോ? ആണോ? എടി, പിന്നെ നീ അന്ന് കണ്ടില്ലേ, അവനെയും അവന്റെ ചില വേണ്ടപ്പെട്ടവരെ കണ്ട്
സംസാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നേ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോഴേക്കും ദേ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നു. എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് തനിച്ചാണോ പോണേ? എന്നെ വിളിച്ചായിരുന്നു ഞാനും കൂടെ വരില്ലായിരുന്നു എന്നൊക്കെ ലക്ഷ്മി ചോദിച്ചു. ശരിയാ, അതിന് ഇനിയും അവസരങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞു. ശരി ശരി, എന്നിട്ട് എന്തായി തീരുമാനം? എന്നാ കല്യാണം, ഡേറ്റ് ഒക്കെ തീരുമാനിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു. നന്ദയാണെങ്കിൽ പേടിച്ച് നിൽക്കുന്നു. അത് പിന്നെ അത് അവരുടെ സ്വന്തക്കാർ തന്നെ ആയതുകൊണ്ടേ അവർക്ക് ചിലതൊക്കെ തീരുമാനിക്കാനുണ്ട്. ഗാഥയുടെ വീട്ടിലും ചില ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഗാഥയെ ഹേമന്തിന്റെ കൂടെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാവെന്ന് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ അച്ഛൻ. ഇത് കേട്ട് നന്ദയും ഗാഥയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എന്തായാലും നമുക്ക് പോണം കേട്ടോ മഹേശ്വരേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി. ശരി, എന്തായാലും നല്ല കാര്യമൊക്കെ കഴിഞ്ഞതല്ലേ, ഞാൻ വേഗം പോയി ഭക്ഷണം എടുത്ത് വെക്കാവെന്നും പറഞ്ഞ് അങ്ങനെ പോവാം. അങ്ങനെ ഇവർ വിഷമിച്ച് നിൽക്കുന്നു. ഗാഥയാണെങ്കിൽ അതിനേക്കാളും വലിയ സങ്കടത്തിൽ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സംഭവങ്ങളെല്ലാം സെറ്റായതിന്റെ ആഘോഷത്തിലാണ് അവിടെ ബാലാജിയും സംഘവും. അപ്പോൾ ഇന്നത്തെ ദിവസം ബാലാജിക്ക് ആഘോഷമാണ്. കുറച്ചു നാൾ കൂടി ചോര പൊടിയാതെ ഒരു വലിയ കാര്യം സാധിച്ചെടുത്തതിന് എന്നൊക്കെ പറഞ്ഞു. വാവച്ച, നിങ്ങളാണ് ഇപ്പൊ എന്റെ ഭാഗ്യം എന്ന് പറഞ്ഞ വാവച്ചനെ പൊക്കി പിടിക്കുന്നു. നിങ്ങളാണ് അതിന് എനിക്ക് വഴിയൊക്കെ ഒരുക്കി തന്നത്. നന്ദിയുണ്ട് വാവച്ച, ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ വാവച്ചനോട് പറഞ്ഞപ്പോഴേക്കും അയ്യോ വാവച്ചന്റെ ചിരി കാണണമായിരുന്നു. എന്തായാലും ഇവിടം വരെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇനി അങ്ങോട്ട് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ അന്നേരത്തേക്കും നമ്മുടെ വക്കീൽ ഇയാളോട് പറയുന്നു. ഇയാൾ അതൊക്കെ കേട്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എല്ലാവരും കാത്തിരുന്ന് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.